ആഗമന കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പോപ്പ് ഫ്രാൻസിസിന്റെ ദേഹവിയോഗവും അതോടനുബന്ധിച്ചുള്ള വാർത്തകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ലോകമെങ്ങുമുള്ള മാധ്യമങ്ങൾ. 130 കോടിയിലധികം വരുന്ന കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്നുള്ള നിലയിൽ, തലവൻ എന്നുള്ള നിലയിൽ, ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തിന്റെ തലവനേക്കാളും പ്രാധാന്യമർഹിക്കുന്ന വ്യക്തിയാണ് പോപ്പ്. ആ നിലയിൽ അദ്ദേഹത്തിന്റെ നിര്യാണത്തോടെ മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ അമിതാവേശം നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. മാധ്യമങ്ങൾ അദ്ദേഹത്തെ കരുണയുടെ ആൾരൂപമായും സൗമ്യതയുടെ പ്രതീകമായും ഉറച്ച നിലപാടുകളുടെ തമ്പുരാനായും വാഴ്ത്തിപ്പാടുന്നു. ഏറെക്കുറെ അതെല്ലാം ശരിയുമാണ്. സൗമ്യതയുടെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും എളിമയുടെയും സന്ദേശവും പ്രവൃത്തിയുമായി കഴിഞ്ഞ 11 വർഷങ്ങൾ അദ്ദേഹം ലോകത്തിന്റെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് നിലനിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പല നിലപാടുകളും നിരന്തരം വിവാദങ്ങൾ വിളിച്ചു വരുത്തുന്നവയായിരുന്നു. അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും പ്രസ്താവനകളും കത്തോലിക്ക സഭയുടെ തന്നെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിരുന്നു എന്നും വിമർശകർ ആരോപിക്കുന്നു. അവയിൽ പ്രസക്തമായ ചിലത് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത്. എല്ലാ മതങ്ങളും ദൈവത്തിലേക്കുള്ള വ്യത്യസ്തമായ പാതകളാണ്. പോപ്പ് ഫ്രാൻസിസിന്റെ ഏറ്റവും വിവാദമായ പ്രസ്താവനകളിൽ ഒന്നാണിത്. 2024 സെപ്റ്റംബർ 18 സിംഗപ്പൂരിൽ കാത്തലിക് ജൂനിയർ കോളേജിൽ തിങ്ങി നിറഞ്ഞ യുവജനങ്ങളോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ വിവാദ പ്രസ്താവന നടത്തിയത്. തന്റെ 11 ദിവസം നീണ്ടുനിന്ന ഇന്തോനേഷ്യ, പാപ്പുവ ന്യൂഗിനി, കിഴക്കൻ തിമോർ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കിടയിലാണ് സിംഗപ്പൂരിൽ വെച്ച് അദ്ദേഹം യുവജനങ്ങളുമായി സംവദിക്കുന്നതും വിവാദമായ ഈ പ്രസ്താവന നടത്തുന്നതും. അവിടെ കൊണ്ടും അദ്ദേഹം അവസാനിപ്പിച്ചില്ല. അദ്ദേഹം തന്റെ പ്രസ്താവനയെ കുറച്ചുകൂടെ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഇപ്രകാരം പറഞ്ഞു: നമ്മൾ പല ഭാഷകൾ ഉപയോഗിച്ച് ആശയ സംവേദനം നടത്തുന്ന പോലെയാണത് പല മതങ്ങളിലൂടെ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നത്. ദൈവം എല്ലാ മനുഷ്യരുടെയും ദൈവമാണ്. നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. തുടർന്ന് പോപ്പ് ഒരു ചോദ്യവും ചോദിക്കുന്നു: എന്റെ ദൈവം മറ്റുള്ളവരുടെ ദൈവത്തെക്കാൾ വലിയ ദൈവമാണെന്നും പ്രാധാന്യമുള്ള ദൈവമാണെന്നും എങ്ങനെയാണ് പറയുവാൻ സാധിക്കുന്നത്? ഇതിനെ ദൈവശാസ്ത്രപരമായ ഏറ്റവും വികലമായ ഒരു പ്രസ്താവനയായിട്ടാണ് വിമർശകർ കണക്കാക്കുന്നത്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനിൽ നിന്ന് ഒരിക്കലും വരുവാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയായി പോലും ആളുകൾ ഇതിനെ കണക്കാക്കുന്നു. മനുഷ്യരെല്ലാം ദൈവത്തിന്റെ മക്കളാണെന്നും എല്ലാ മനുഷ്യരും സഹോദരി സഹോദരന്മാരാണെന്നും ഒക്കെയുള്ള പൊതു പ്രസ്താവനകൾ വളരെ കാവ്യാത്മകമായ മനോഹരമായ പ്രസ്താവനകൾ ആണെങ്കിലും ദൈവശാസ്ത്രപരമായി കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിവേററുക്കുന്ന ചില പ്രസ്താവനകളാണ് പോപ്പിന്റെ ഈ ആശയത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് കത്തോലിക്ക സഭ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന ദൈവം മറ്റ് മതവിശ്വാസങ്ങളിലുള്ള ദൈവത്തെക്കാൾ ശ്രേഷ്ഠതയുള്ള വ്യക്തി അല്ലെങ്കിൽ പിന്നെ കത്തോലിക്ക സഭയുടെ പ്രസക്തി എന്താണ്, കത്തോലിക്ക മിഷന്റെ പ്രസക്തി എന്താണ് എന്നുള്ള വലിയ ചോദ്യമാണ് പോപ്പിന്റെ ഈ പ്രസ്താവനയുടെ മുൻപിൽ വിമർശകർ ഉയർത്തിയത്. ഏകനും ത്രിയേകനുമായ ദൈവത്തിന്റെ സാർവത്രിക രക്ഷാപദ്ധതി, ദൈവപുത്രന്റെ ജഡാവതരണം, ക്രൂശ് മരണം, ഉത്ഥാനം എന്നിങ്ങനെ മറ്റൊരു മതത്തിലും സമാനതകളില്ലാത്ത സവിശേഷമായ വിശ്വാസമാണ് ക്രൈസ്തവരുടെ അടിസ്ഥാനം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ അടിസ്ഥാന പ്രമാണം. ഇതിന് തികച്ചും വ്യത്യസ്തമായ, വൈരുദ്ധ്യമായ ഒരു പ്രസ്താവന എന്നുള്ള നിലയിലാണ് പോപ്പിന്റെ ഈ പ്രസ്താവനയെ പൊതുസമൂഹവും വിമർശകരും വിലയിരുത്തിയത്. രൂക്ഷമായ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുകയും ചെയ്തു. മറ്റ് മതങ്ങൾ പോലെ ഒരു വഴി മാത്രമാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഏറ്റവും വലിയ സഭാവിരുദ്ധവും ബൈബിൾ വിരുദ്ധവുമായ ദുരുപദേശമായാണ് കടുത്ത വിമർശകർ വിലയിരുത്തുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ രേഖയിൽ വളരെ വ്യക്തമായി ഇപ്രകാരം പറയുന്നു: ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവുമായുള്ള ഐക്യതയിലേക്ക് എല്ലാ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നു. അവനിൽ നിന്നാണ് നാം പുറപ്പെടുന്നത്, അവനിലൂടെയാണ് നാം ജീവിക്കുന്നത്, അവനിലേക്കാണ് നാം എത്തിപ്പെടേണ്ടത്.
ഇത്രയും വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പോപ്പ് അതിന് വിരുദ്ധമായ പ്രസ്താവന നടത്തിയത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന ഏറ്റവും വലിയ വിവാദമായി മാറിയത്. പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ചുള്ള മറ്റൊരു വലിയ ആരോപണം, അദ്ദേഹം കടുത്ത ഇടതുപക്ഷ പക്ഷപാതിയായിരുന്നു. ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്കൻ മുതലാളിത്തത്തിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം ചിത്രീകരിക്കപ്പെട്ടു. അമേരിക്കയുടെ വലതുപക്ഷ നിലപാടുകളോട് തനിക്കുള്ള എതിർപ്പ് അദ്ദേഹം ഒരിക്കലും മറച്ചു വെച്ചിരുന്നില്ല, എപ്പോഴും അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ റേഡിയോയിൽ ഒരിക്കൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഹോളി മാർക്സിസ്റ്റ് എന്നായിരുന്നു, വിശുദ്ധനായ കമ്മ്യൂണിസ്റ്റുകാരൻ. ക്യൂബ സന്ദർശിച്ച് ഫിഡൽ കാസ്ട്രോയോട് സംഭാഷണം നടത്തിയതും ബൊളീവിയൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രമടങ്ങുന്ന സമ്മാനം സ്വീകരിച്ചതും ഒക്കെ വിമർശന വിധേയമായിട്ടുണ്ട്. പോപ്പിനെ വിവാദ നായകനാക്കിയ മറ്റൊരു കാര്യം കുടിയേറ്റക്കാരോടുള്ള അദ്ദേഹത്തിന്റെ മനോഭാവമാണ്. എല്ലാ കുടിയേറ്റക്കാരെയും എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കണം എന്നുള്ളതാണ് പോപ്പിന്റെ എക്കാലത്തെയും നിലപാട്. യൂറോപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ വർദ്ധിച്ചു വന്നപ്പോൾ പോപ്പിന്റെ നിലപാടുകൾ വലിയ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. സമീപകാലത്ത് ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ എടുത്തിരിക്കുന്ന കുടിയേറ്റ വിരുദ്ധ നിലപാടുകളെ അതിരൂക്ഷമായ ഭാഷയിലാണ് പോപ്പ് വിമർശിച്ചത്. അത് സംബന്ധിച്ച് അദ്ദേഹം അമേരിക്കയിലുള്ള കത്തോലിക്ക സഭയുടെ മെത്രാന്മാർക്ക് എഴുതിയ കത്തിൽ രൂക്ഷമായ ഭാഷയിൽ അമേരിക്കയുടെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകളെ അദ്ദേഹം വിമർശിക്കുന്നു. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളെ അദ്ദേഹം വിശേഷിപ്പിച്ച വാക്ക് ഡിസ്ഗ്രേസ് എന്നാണ്, അപമാനകരമെന്ന അർത്ഥത്തിൽ. കുടിയേറ്റക്കാരെ കുറ്റവാളികളായി കാണുന്നത് തെറ്റാണ്, അവർ നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ്. ഇതാണ് പോപ്പ് എല്ലാ കാലത്തും ഈ കാര്യത്തോട് എടുത്തിരിക്കുന്ന നിലപാട്. ലോകവ്യാപകമായി അദ്ദേഹത്തിന് അംഗീകാരം ലഭിച്ച ഒരു കാര്യമായിരിക്കുമ്പോൾ തന്നെ കുടിയേറ്റ വിരുദ്ധമായിട്ടുള്ള രാജ്യങ്ങൾ ഈ നിലപാടിനെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. സ്വന്തം രാജ്യങ്ങളിൽ കടുത്ത ചൂഷണം, അവഗണന, പീഡനം ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ മറ്റൊരു രാജ്യത്തേക്ക് ജീവനുമെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിച്ചെല്ലുമ്പോൾ അവരെ ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ് പോപ്പ് എക്കാലത്തും മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതേസമയം തന്നെ ട്രംപിന്റെ കടുത്ത വിമർശകനായി മാറിയ പോപ്പ് ഒരു കാലഘട്ടത്തിൽ ട്രംപിനെ അദ്ദേഹം ക്രിസ്ത്യാനി അല്ല എന്നുപോലും വിശേഷിപ്പിച്ചു എന്നുള്ളതും ഓർക്കേണ്ടതുണ്ട്. പോപ്പ് ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു, യേശു ക്രിസ്തു ഈജിപ്തിൽ ഒരു അഭയാർത്ഥിയായി പാർത്തിരുന്നു. ട്രംപിനെ വിവാദ നായകനാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കടുത്ത ഇസ്രായേൽ വിരുദ്ധത ട്രംപിന്റെ പ്രവർത്തികളിലും വാക്കുകളിലും ഉണ്ടായിരുന്നു എന്നുള്ളത്. പാലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തെയും ഹമാസിനെതിരെയുള്ള പോരാട്ടത്തെയും ഒക്കെ ഒരു പരിധി വരെ വിമർശിക്കുന്നതിൽ, മുസ്ലിം പക്ഷപാതിത്വപരമായ നിലപാടുകൾ എടുക്കുന്നതിലും പലപ്പോഴും പോപ്പ് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സയനിസ്റ്റുകളാൽ എപ്പോഴും വിമർശിക്കപ്പെട്ട ഒരു പോപ്പ് കൂടിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. സമീപകാലത്ത് വത്തിക്കാനിൽ നടന്ന ഒരു ചടങ്ങിൽ പാലസ്തീൻകാരുടെ ദേശീയതയുടെ പ്രതീകമായി പരമ്പരാഗതമായി അവർ കണക്കാക്കി വരുന്ന കെഫിയ എന്ന സ്കാഫിൽ ഉണ്ണിയേശുവിനെ കിടത്തിക്കൊണ്ട് ഒരു ചടങ്ങ് നടന്നു. ഇത് ലോകവ്യാപകമായി പ്രചരിക്കപ്പെടുകയും യേശു ക്രിസ്തു ഒരു യഹൂദൻ എന്നതിനേക്കാൾ ഒരു പലസ്തീനിയനാണ് എന്നുള്ള ആശയത്തിന് പോപ്പ് പ്രാധാന്യം നൽകിയെന്ന് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇത് കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമാകുകയും ഇസ്രായേൽ ഇക്കാര്യത്തിൽ വലിയ വിമർശനം ഉയർത്തുകയും ചെയ്തു എന്നുള്ളതും പോപ്പിനെ വിവാദ നായകനാക്കി മാറ്റിയ മറ്റൊരു കാര്യമാണ്. കത്തോലിക്ക സഭ കാലങ്ങളായി പിന്തുടർന്നു വരുന്ന പല നിലപാടുകളെയും പോപ്പ് തള്ളിപ്പറഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം തന്നെ യാഥാസ്ഥിക കത്തോലിക്കരുടെ നിലപാടുകൾ ചിലതിനോടൊക്കെ അദ്ദേഹം ചേർന്ന് നിൽക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് വാടക ഗർഭധാരണം, ഗർഭഛിദ്രം പോലെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം യാഥാസ്ഥിക നിലപാടുകളോട് ചേർന്ന് നിന്നു. അതേസമയം തന്നെ LGBTQ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ വിശാലമായ മനസ്സാണ് ഉണ്ടായിരുന്നത്. സ്വവർഗ ലൈംഗികതയ്ക്കെതിരായ നിയമങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആശയം പലപ്പോഴും അദ്ദേഹം തുറന്നു പറഞ്ഞു. 2023 സ്വവർഗാനുരാഗികളായ സ്വവർഗ ദമ്പതികൾക്ക് അനുഗ്രഹ പ്രാർത്ഥന നടത്തുന്നതിന് കത്തോലിക്ക പുരോഹിതർക്ക് അനുമതി കൊടുത്തുകൊണ്ടുള്ള അനുമതി പത്രത്തിലും അദ്ദേഹം ഒപ്പിട്ടു. ഇതും
കടുത്ത യാഥാസ്ഥികരിൽ നിന്ന് വിമർശനം വിളിച്ചു വരുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാടായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. സ്വർഗാനുരാഗിയായ ഒരു യുവാവിനോട് 2018 അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ദൈവം നിങ്ങളെ ഈ വിധത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇതായിരുന്നു അദ്ദേഹത്തിന് ആ വിഷയത്തിലുള്ള നിലപാട്. സ്വർഗാനുരാഗ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റാരോപിതരായ പുരോഹിതന്മാരുടെ വിഷയത്തിലും അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇപ്രകാരമായിരുന്നു: അവരെ കുറ്റം വിധിക്കുവാൻ ഞാൻ ആരാണ്? ഇതെല്ലാം സഭയുടെ പരമ്പരാഗതമായ നിലപാടുകൾക്ക് വിരുദ്ധമായ പോപ്പിന്റെ നിലപാടുകളായി വിമർശിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഏതായാലും പോപ്പ് ഫ്രാൻസിസ് ഓർമ്മയായി. അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും അദ്ദേഹത്തിന്റെ വാക്കുകളുമെല്ലാം ഈ അന്തരീക്ഷത്തിൽ, ഈ ലോകത്ത്, ചരിത്രത്തിൽ നിലനിൽക്കും. കാലം അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെയും ആശയങ്ങളെയും ഉപദേശങ്ങളെയും വിലയിരുത്തട്ടെ. പുതിയ ഒരു പോപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കത്തോലിക്ക സമൂഹവും ലോകവും. അദ്ദേഹം ഏത് നിലപാടുകളുള്ള വ്യക്തിയാകുമെന്നറിയത്തില്ല. ഒരുപക്ഷെ പോപ്പ് ഫ്രാൻസിസിന്റെ പല ആശയങ്ങൾക്കും വിരുദ്ധമായ നിലപാടുകളുള്ള ഒരു വ്യക്തിയായിരിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്താണ് കത്തോലിക്ക സഭയ്ക്ക് സമീപഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നതെന്നും ആശയപരമായി ഏത് നിലയിലേക്ക് സഭ പോകുവാൻ തീരുമാനിക്കുന്നു എന്നുള്ളതുമെല്ലാം പുതിയ പോപ്പിന്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും.